പിടിപ്പിച്ചതാ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേര സമയമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറച്ചിലെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയണതൊന്നും കേൾക്കണില്ല കേട്ടോ. കാരണം കുട്ടികൾ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണനും എത്തിയിട്ടുണ്ട്. കളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി, പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റലും അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ വഴക്ക് കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ടാണ് മൊത്തത്തിൽ കേൾക്കുന്നത് കേട്ടോ. ഞാൻ പറയണതൊന്നും കേൾക്കണില്ല, അവരുടെ സൗണ്ടാണ് മുഴുവനും കേൾക്കുന്നത്. ഞാൻ പിന്നെ അങ്ങനെ വോയിസ് കൊടുത്തതാണ്. അപ്പോൾ ഇന്നലെ തൊട്ട് ക്ലാസ് തുടങ്ങി, കുട്ടികൾ അങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ മഴയും ഇങ്ങനെ കാര്യമായിട്ട് ഇന്നലെ ഒന്നും മഴ പെയ്തിട്ടില്ല. ഇന്നൊക്കെ തൊട്ടിട്ടാണ് മഴ തുടങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഡേ, ജൂൺ 1-ാം തീയതി ഫസ്റ്റ് ഡേ ആണ്. അന്ന് കാര്യമായിട്ട് മഴ ഒന്നും ഉണ്ടായിട്ടില്ല. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. അന്നത്തെ ദിവസം ഫുള്ള് വെയിലായിരുന്നു. പിന്നെ 2-ാം തീയതി ഇന്നലെ തൊട്ടിട്ടാണ് പിന്നെ മഴയൊക്കെ ഒന്ന് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്നലെ ക്ലാസ് തുടങ്ങി പിറ്റത്തെ ദിവസം നമ്മുടെ ഗ്യാസും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ശരിക്കും വല്ലാത്തൊരു അടിയായി പോയി കേട്ടോ. പെട്ടെന്ന് ഓർക്കാപുറത്തായിരുന്നു. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു കുറ്റിയേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ വരിക എന്നൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ 2-ാമത്തെ ദിവസം തന്നെ കിട്ടി. അപ്പോൾ ഇനി ഇത് എത്ര ദിവസം പോവും എന്നറിയില്ല. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വിറകുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഏറെയും വിറക് അടുപ്പാണ് കത്തിച്ച് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇതുവരെ പോയി. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ വിറകും കുറച്ച് കുറഞ്ഞെടുക്കണം കേട്ടോ. മുന്നേ എന്ന് പറയുമ്പോൾ നമ്മളെ വീട് പണിക്കൊക്കെ ആവശ്യത്തിനൊക്കെ ആയിട്ട് കുറേ മരങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മരങ്ങൾ മുറിച്ച കാരണം അതിൽ തന്നെ കുറേ വിറക് കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ സ്റ്റോക്കാക്കി വെച്ചതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വിറകിന് അധികം തീരെ ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫുള്ള് അധികവും നമ്മളിങ്ങനെ വിറക് തന്നെ ഉപയോഗിച്ചതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ മഴക്കാലം അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും ചകിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിറകൊക്കെ ഒത്തിരി കുറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കലൊന്ന് കുറച്ചിട്ടോ. പിന്നെ അധികവും ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ മേലെയാണ് കൂടുതലും ഞാനിപ്പോൾ തൊട്ടിട്ട് അങ്ങനെയാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞത്. ഇനിയിപ്പോൾ എന്നാണ് വരിക എന്നറിയില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ നല്ല ഗ്യാസിന് ക്ഷാമമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വേഗം കിട്ടി. ഇനി ഇപ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഉള്ള വിറകൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മളങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വെയിലാണെങ്കിൽ കുഴപ്പമില്ല. വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ചകിരിയൊക്കെ പൊളിച്ചതൊക്കെ പെട്ടെന്ന് ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിപ്പോൾ മഴയാണല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതലും ഗ്യാസ് തന്നെ വേണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ അടുപ്പത്ത് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമ്മൾ രാവിലെ ഒരു ട്രിപ്പിൽ അങ്ങനെ അങ്ങോട്ട് അടുക്കളയിലെ പണികളൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വിറക് അങ്ങനെ കത്തിക്കലും പിന്നെ അതിൻ്റെ അടിയിൽ ആ ചൂട് കൊണ്ട് അടുപ്പിൻ്റെ അടിയിലുള്ള വിറകൊക്കെ അങ്ങോട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അടുപ്പൊക്കെ കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ചായക്കൊക്കെ വരുമ്പോഴാണ് പാട് കേട്ടോ. ഇപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ വീണ്ടും അത് കത്തിച്ച് പിടിക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെടുത്താണെങ്കിൽ ഒരു ഈസി കുക്ക് ഉണ്ടായിരുന്നു. അത് ഇതുപോലെ കണ്ണനെയൊക്കെ ആയിട്ട് ഡെലിവറി കഴിഞ്ഞ വരുന്ന ടൈമിൽ എനിക്ക് വീട്ടിൽ നിന്ന് തന്നതായിരുന്നു ഈസി കുക്ക്. അപ്പോൾ അത് അന്നൊന്നും അധികം ഉപയോഗിച്ചായിരുന്നില്ല. അത് നമ്മളത് കൊടുന്ന പാടെ അങ്ങനെ മേലെ എടുത്ത് വെക്കുകയാണ് ചെയ്തത്, റാക്കിൻ്റെ മേലെ. പിന്നെ നമ്മളധികം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അത് അവിടെ നിന്ന് എത്രയോ കഴിഞ്ഞിട്ട് ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ വളരെ കുറച്ച് മാത്രമേ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ അത് കഴിയുന്ന ടൈമിൽ ഞാൻ പിന്നെ കറണ്ടിനെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ചായ എടുക്കാനോ ഇതിനൊക്കെ അത് ഉപയോഗിച്ചായിരുന്നു. പിന്നെ അത് ഇതുപോലെ കുറേ കയറ്റി വെച്ച് ഉപയോഗിക്കാതെയായി. ഇപ്പോൾ ഞാനത് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സ്വിച്ചിന് എന്തോ ഒരു ബട്ടന് അങ്ങനെ അമർത്തുമ്പോൾ അത് പ്രസ്സാവണില്ല, അത് ഓണാവണില്ല. അപ്പോൾ എന്തോ ഒരു കംപ്ലയിൻറ്റ് പറ്റി. അത് ഇങ്ങനെ ഇരുന്നിട്ട് പറ്റിയതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കടയിലൊക്കെ ഒന്ന് കൊണ്ടുകൊടുത്ത് നോക്കണം.
ഇനി എന്തായാലും നമുക്കൊരു സിലിണ്ടറും കൂടി വേണം എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെങ്കിലും ശരി, നമ്മളിവിടെ വിറക് അങ്ങനെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കാറൊന്നുമില്ല കേട്ടോ. ഉള്ള വിറക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോവുകയാണ് ചെയ്യാറ്. നമ്മളിതാ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിള്ളേരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ വന്ന് അങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സമയമാണെങ്കിൽ ഒരു 7 മണിയൊക്കെ ആവാനായിരിക്കണേ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണന് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടും സ്കൂളിലും ഒക്കെ ഉണ്ടായ കാര്യങ്ങൾ, പോണ വഴിയിലുണ്ടായത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുകയാണ്. നിത്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ 2 മാസമായല്ലോ നമ്മൾ പഠിപ്പൊക്കെ അങ്ങനെ അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് നിർത്തിയിട്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ എന്നാലും നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഉഷാറ് ഇപ്പം ഇന്നൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബുക്കൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിത്തുവിനാണെങ്കിൽ നേരത്തെ കിട്ടി. കണ്ണന് ഇന്ന് പോയെന്ന് തന്നെ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുസ്തകങ്ങളൊക്കെ ഒന്ന് ചട്ടടൽ, നെസ്ലിപ്പ് ഒട്ടിക്കൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ബുക്കൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം നോക്കാം എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിത്തു ആണെന്നുണ്ടെങ്കിൽ ഒരു കവറൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്കുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ തന്നെ എഴുതാത്ത കുറേ പേജുകളുള്ള ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചീന്തി എടുത്ത്, കുറേ ബുക്കിൽ അതുപോലെ നല്ല കട്ടിയുള്ള ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് എഴുതിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇനി അതെല്ലാം കൂടിയിട്ട് വീട്ടിൽ നമ്മളിങ്ങനെ എഴുതി പഠിക്കുന്ന സമയത്ത് അപ്പോൾ റഫ് ബുക്ക് ഒരുപാട് വേണമല്ലോ. അപ്പോൾ അതൊന്നും എടുത്തിട്ട് എഴുതാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നിത്തു വന്നിട്ടുണ്ട്. പിന്നെ നിത്തുവിൻ്റെ പുതിയ ബോക്സാണ് കേട്ടോ. അപ്പോൾ നിത്തു അതൊക്കെ കാണിച്ചു തരികയാണ്. അവനാണെങ്കിൽ അത് ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് സംഭവം എഴുതി പഠിക്കൽ കാര്യങ്ങളൊന്നുമില്ല, പുതിയ വരുന്നവരെ സ്വീകരിക്കലൊക്കെയാണ്. പക്ഷേ എന്നാലും ആൾ കൊണ്ടുപോയി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബോക്സൊക്കെ തുറന്നു നോക്കുക, അതിൽ കളർ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നൊരു സ്വഭാവം. അത് ആ ഫസ്റ്റ് കുറച്ച് ദിവസം തന്നെ കാണുള്ളൂ, പിന്നെ അത് കാണാനൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ നിത്തുവിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിത്തു ഇപ്പോൾ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും. പിന്നെ കണ്ണനാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ട്യൂഷനത്തൊക്കെ പഠിക്കാനും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ണൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തൊട്ട് നമ്മുടെ മെയിൻ പണി ഇത് തന്നെയാണല്ലോ. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ തന്നെ അങ്ങനെ പോവും. പിന്നെ ഇതിങ്ങനെ ഒരു 9 മണി വരെയൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേഗം, കാരണം ബുക്ക് കുറച്ചും കൂടി പൊതിഞ്ഞൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ചധികം സമയമൊക്കെ ഇരിക്കേണ്ടി വരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ആളും വരും. അവിടുന്ന് പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വൈകുന്നേരത്തെ സമയങ്ങൾ.